ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വൈറലായിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അതാണ് ഗ്ലൈക്കോ-6 അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് 6% ക്രീം. അപ്പം ഈ വീഡിയോക്കകത്ത് എന്താണ് ഗ്ലൈക്കോളിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഗ്ലൈക്കോളിക് ആസിഡ് എപ്പോഴൊക്കെ യൂസ് ചെയ്യാം, ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്, ഗ്ലൈക്കോളിക് ആസിഡ് എവിടെയൊക്കെ യൂസ് ചെയ്യാം, ഗ്ലൈക്കോളിക് ആസിഡ് വീക്ക്ലി എത്ര തവണ യൂസ് ചെയ്യാം, ഗ്ലൈക്കോളിക് ആസിഡ് സേഫ് ആണോ അല്ലയോ, ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സ് എന്താ, ഈ 8 ക്വസ്റ്റ്യനാണ് നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഗ്ലൈക്കോളിക് ആസിഡ്? അപ്പോൾ നിങ്ങളൊരു സ്കിൻ കെയർ ഫ്രീക്ക് ആണെങ്കിൽ നിങ്ങൾ ഗ്ലൈക്കോളിക് ആസിഡ്, അതായത് AHA BHA കുറിച്ച് ഒത്തിരി കേട്ട് കാണും. ഗ്ലൈക്കോളിക് ആസിഡ് ഒരു AHA ആണ്. AHAയിൽ വേറെ AHAs എന്ന് പറഞ്ഞാൽ ലാക്റ്റിക് ആസിഡ്, ടാറ്ററിക് ആസിഡ് ആൻഡ് മാൻറ്റലിക് ആസിഡ് ആണ്. പക്ഷെ ഗ്ലൈക്കോളിക് ആസിഡ് ഒരു ചെറിയ മോളിക്യൂളാണ്. അതുകൊണ്ടാണ് ഗ്ലൈക്കോളിക് ആസിഡ് ഇത്ര പോപ്പുലർ ആയിട്ടുള്ളത്. സോ ഗ്ലൈക്കോളിക് ആസിഡിന് ഈസി ആയിട്ട് സ്കിന്ന് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് അത് ഒരു ഗ്ലൈക്കോളിക് ആസിഡ് ഒരു എക്സ്ഫോളിയൻ്റ് ആണ്. നമ്മളെ സെല്ലിൻ്റെ സെൽ പ്രൊഡക്ഷൻ കൂട്ടും. അപ്പോൾ നമ്മൾ എക്സ്ഫോളിയേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇനി ഇതിൻ്റെ 3 കാര്യങ്ങളാണ്. ഇതൊരു മൈക്രോസ്കോപ്പിക് എക്സ്ഫോളിയൻ്റ് ആണ്. ഇത് കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടും, ഇത് ഹൈഡ്രേഷൻ കൂട്ടും. കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടുമ്പോൾ നമ്മളെ സ്കാറൊക്കെ ഡിസപ്പിയർ ആവും. പിന്നെ മെലാനിൻ പ്രൊഡക്ഷൻ കുറയും. മെലാനിൻ പ്രൊഡക്ഷൻ കുറയുമ്പോൾ നമ്മുടെ ഇതുപോലെ തന്നെ നമ്മളെ സ്കാർ റെഡ്യൂസ് ആവും, നമ്മളുടെ പിഗ്മെൻറ്റേഷൻ പോവും. നിങ്ങളെ സ്റ്റബേൺ ആയിട്ടുള്ള ആക്നെ മാർക്സ്, കുറേ കാലമായിട്ടുള്ള പിഗ്മെൻറ്റ്സ്, ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഗ്ലൈക്കോളിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇനി ഗ്ലൈക്കോളിക് ആസിഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഗ്ലൈക്കോളിക് ആസിഡ് ഞാൻ പറഞ്ഞ പോലെ സ്കിന്നിനെ പെനിട്രേറ്റ് ചെയ്ത് പോയിട്ട് നമ്മളെ സെല്ലിൻ്റെ ടേൺ ഓവർ റേറ്റ് കൂട്ടും. ടേൺ ഓവർ റേറ്റ് എന്ന് പറഞ്ഞാൽ സെൽ പ്രൊഡക്ഷൻ കൂട്ടും. അതുവഴി നമ്മൾ ഇത് തേക്കുന്ന സമയത്തൊക്കെ എക്സ്ഫോളിയേറ്റ് ആയിട്ട് നമ്മുടെ ഡീപ്പിലുള്ള സ്കിന്ന് എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പിഗ്മെൻറ്റ്സ് ഒക്കെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറയുമ്പം ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ സൈഡ് എഫക്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. അതാണ് ഇത് നമ്മൾ നൈറ്റിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടും. നൈറ്റിൽ യൂസ് ചെയ്യുമ്പം ഒരു ഡീപ്പ് മോയ്സ്ചറൈസേഷൻ കൊടുക്കണം. അതായത് ഹെവി ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ സ്കിന്ന് ഡ്രൈ ആവാനും ക്രാക്ക് ഉണ്ടാവാനും പിന്നെ ഇങ്ങനെ പീൽ ചെയ്യാനും ചാൻസ് ഉണ്ട്. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പം എന്തായാലും നമ്മൾ സൺസ്ക്രീൻ ഫോളോ ചെയ്യേണ്ടതാണ്. സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് കൂടുതൽ ഡാമേജും കൂടുതൽ മെലാനിൻ പ്രൊഡക്ഷൻ കൂട്ടി പിഗ്മെൻറ്റേഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് ഇനി ഇതിൻ്റെ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്? അപ്പോൾ ഇപ്പം പറഞ്ഞ പോലെ തന്നെ രാത്രിയാണ് യൂസ് ചെയ്യേണ്ടത്. രാവിലെ യൂസ് ചെയ്യാൻ പാടില്ല. നമുക്ക് ഡാർക്ക്നെസ് അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ കൂടുതലുള്ള ഏരിയാസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഫേസിൽ യൂസ് ചെയ്യാം, നമ്മളെ അണ്ടർ ആംസിൽ യൂസ് ചെയ്യാം, പിന്നെ നമ്മളുടെ എൽബോസിൽ യൂസ് ചെയ്യുക, നീയിൽ യൂസ് ചെയ്യുക. പക്ഷെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഫേസിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വീക്ക്ലി ട്വൈസ് തൊട്ടിട്ട് സ്മോളർ പെർസെൻറ്റേജ് ഒരു 6% തൊട്ട് തുടങ്ങിയിട്ട് പിന്നെ നമ്മളെ സ്കിൻ അതുമായിട്ട് അഡാപ്റ്റ് ആയിട്ട് വരുമ്പം ഒരു 2-3 പ്രാവശ്യം വീക്ക്ലി യൂസ് ചെയ്തിട്ട് പിന്നെ ഒരു 3 വീക്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 4 ത്രൈസ് എ വീക്ക് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ 4 ടൈംസ് എ വീക്ക് യൂസ് ചെയ്യുക. ഇനി എവറി ഡേ ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ഇത് നിങ്ങളുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. ആസിഡ് ആക്ച്വലി പിഗ്മെൻറ്റഡ് സ്കിന്നുള്ളവർക്കും ടാനിങ് ഉള്ളവർക്കും പിന്നെ ഡാർക്ക് സ്പോട്ട്സ് ഉള്ളവർക്കുമാണ് ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഇനി ഇത് ഏതൊക്കെ ഇൻഗ്രീഡിയൻസ്, സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ പറ്റും, അതാണ്. ഇത് റെറ്റിനോൾ ആൻഡ് സാലിസിലിക് ആസിഡിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഹൈലുറോണിക് ആസിഡ് ആൻഡ് നൈസിനമൈഡിൻ്റെ ഒക്കെ കൂടെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഗ്ലൈക്കോളിക് ആസിഡ്. അപ്പം ഇതായിരുന്നു നമ്മുടെ ഗ്ലൈക്കോളിക് ആസിഡിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു റിവ്യൂ. അപ്പം ഈ റിവ്യൂ കാണാതെ നിങ്ങൾ ഒരിക്കലും ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാൻ പോകരുത്. കാരണം ഇത് നമുക്ക് സ്കിന്നിന് ഹെൽപ്ഫുൾ ആവുന്നേക്കാളും റോങ് ആയിട്ട് യൂസ് ചെയ്യുമ്പം ഇത് ഹാംഫുൾ ആയിട്ട് വരുന്നൊരു പ്രൊഡക്റ്റാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളൊരു സ്കിൻ കെയർ ഫ്രീക്ക് ആണെങ്കിൽ എൻ്റെ ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ശരി, ബൈ.